നായ, പൂച്ച, ലവ് ബേർഡ്സ്, അലങ്കാര മത്സ്യങ്ങൾ. മലയാളികളുടെ അരുമ മൃഗങ്ങളുടെ ഈ ലിസ്റ്റൊക്കെ പഴഞ്ചനായി. ഗിനിപ്പന്നി, വെള്ള എലി, ഇഗ്വാന, കുഞ്ഞൻ കുരങ്ങുകൾ, കോൺ സ്നേക്ക് എന്നിവയൊക്കെയാണ് ഇപ്പോൾ ഓമന മൃഗങ്ങളിലെ ട്രെൻഡുകൾ. ഇന്ത്യയിൽ അനുവദനീയമല്ലാത്ത എക്സോട്ടിക് ജീവികളെ കൂടി വളർത്താൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കൂടുകയാണ്. സാഹചര്യം മുതലെടുത്ത് എക്സോട്ടിക് ജീവികളുടെ കള്ളക്കടത്തും വ്യാപകമാകുന്നു. പിന്നിൽ വമ്പൻ മാഫിയകളുണ്ട് എന്നാണ് വിവരം. ആദ്യം കാണാം അരുമ വിപണിയിലെ ഈ പുത്തൻ കൾച്ചറിനെ പറ്റി. RDX റാപ്പ് 59 സെക്കൻഡ്. കേരളത്തിലെ പെറ്റ് കൾച്ചർ മാറ്റത്തിന് പിന്നാലെ എക്സോട്ടിക് ജീവികളുടെ കടത്ത് വ്യാപകമാകുന്നു. വിദേശത്ത് നിന്ന് അനധികൃതമായി ജീവികളെ എത്തിച്ച് വൻവിലയ്ക്ക് വിൽക്കുന്നതാണ് രീതി. അന്തർദേശീയ മൃഗക്കടത്ത് മാഫിയയുടെ ഭാഗമായ ദമ്പതികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി. രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതും വന്യജീവി വിഭാഗത്തിൽപ്പെടുന്നതുമായ ജീവികളെ കേരളത്തിലേക്ക് കടത്തുന്നതിനിടെയാണ് കസ്റ്റംസിന്റെ പിടിവീണത്. അപൂർവ ഇനം കുരങ്ങന്മാരെയും പക്ഷിയെയും ബാങ്കോക്കിൽ നിന്ന് ബാഗിലാക്കി എത്തിച്ച പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയിയും ആര്യമോളുമാണ് പിടിയിലായത്. പതിവായി വിദേശത്ത് നിന്ന് മൃഗങ്ങളെ എത്തിച്ച് കേരളത്തിൽ വിൽപ്പന നടത്തുന്നവരാണ് ദമ്പതികളെന്ന് കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നാണ് ഇവർ മൃഗങ്ങളെ വാങ്ങിയിരുന്നത്. കോമൺ മർമോസെറ്റ് ഇനത്തിൽപ്പെട്ട 3 കുരങ്ങുകളെയും വൈറ്റ് ലിപ്ഡ് ടാമറിൻ ഇനത്തിൽപ്പെട്ട 2 കുരങ്ങുകളെയും ഹൈസിന്ത് മക്കാവോ പക്ഷിയുമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കുരങ്ങുകളെ ഒന്നിന് 5 ലക്ഷം രൂപ എന്ന നിരക്കിലാണ് വിൽക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് ദമ്പതികളുടെ മൊഴി. ഹൈസിന്ത് മക്കാവോ പക്ഷിക്കും വൻ വിലയുണ്ടെന്ന് പ്രതികൾ മൊഴി നൽകി. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൃഗക്കടത്ത് മാഫിയെക്കുറിച്ച് കസ്റ്റംസ് വിശദമായ അന്വേഷണം തുടങ്ങി. RDX റാപ്പ് ന്യൂസ് മലയാളം. വളരെയേറെ പേർക്ക് പുതിയ വിവരങ്ങളായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ചിട്ട് വരാം. എന്താണ് എക്സോട്ടിക് പെറ്റ്? സാധാരണയായി ഒരു നാട്ടിൽ വളർത്താത്തതും വിദേശ ബന്ധമുള്ളതുമായ ജീവികളാണ് ഇവ. മറ്റൊരു കാലാവസ്ഥയിൽ നിന്ന് എത്തുന്നതിനാൽ പരിപാലനത്തിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ജീവികളാണ് എന്ന് കാണണം. ഓരോ രാജ്യത്തിൻ്റെയും സ്വഭാവമനുസരിച്ച് എക്സോട്ടിക് പെറ്റുകളുടെ വിഭാഗം മാറും എന്ന് നമ്മൾ കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ കൂടി പഠിച്ച് വേണം എക്സോട്ടിക് പെറ്റുകളുടെ കൈമാറ്റം നടത്താൻ. 5 വിഭാഗമായാണ് എക്സോട്ടിക് സ്പീഷീസുകളെ തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ അറിയുന്നു. എക്സോട്ടിക് ബേർഡ്, പ്ലാന്റ്സ്, ആനിമൽ, ഫിഷ്, റെപ്റ്റൈൽസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. വന്യജീവി സസ്യജാലങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് കരാർ രാജ്യങ്ങൾ തമ്മിൽ നിലവിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. 185 രാജ്യങ്ങളുടെ കരാർ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോന ആൻഡ് ഫ്ലോറ എന്ന സംവിധാനമാണ് എന്നതാണ്. ജീവികളുടെ കൈമാറ്റം സൂക്ഷ്മതയോടെ നിയന്ത്രിക്കുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് അറിയണം. അപകടകരമായതോ പ്രത്യേക വിഭാഗങ്ങളിലോ പെടുന്ന മൃഗങ്ങളുടെ കൈമാറ്റം തടയുക ലക്ഷ്യമാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ ഇങ്ങനെയാണ്. എക്സോട്ടിക് പെറ്റുകളെ വളർത്തുന്നതിന് ഇന്ത്യയിൽ പ്രധാനമായും 3 ലൈസൻസുകൾ വേണം എന്ന് വളർത്താൻ താല്പര്യമുള്ളവർ അറിയണം. ബ്രീഡേഴ്സ് ലൈസൻസ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായാൽ മാത്രമേ ഈ ജീവികളെ കൊണ്ടുവരാനും വളർത്താനും ഒക്കെ പറ്റൂ. ലക്ഷങ്ങൾ മുടക്കി മലയാളികൾ എക്സോട്ടിക് പെറ്റുകളെ വാങ്ങിക്കൂട്ടുകയാണ്. സമീപകാലത്ത് ട്രെൻഡാണത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇളവുള്ളവ മാത്രമേ കൊണ്ടുവരാൻ അനുമതിയുള്ളൂ എന്ന് താല്പര്യമുള്ളവർ അറിയണം. കേരളത്തിൽ എക്സോട്ടിക് പെറ്റുകളുടെ അംഗീകൃതവും അല്ലാത്തതുമായ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നിയമവിരുദ്ധമായി വ്യാപകമായി എക്സോട്ടിക് പെറ്റുകളുടെ ഓൺലൈൻ കൈമാറ്റം നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. പാരിസ്ഥിതിക ഭീഷണി ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. നിരോധിത ജീവജാലങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. വിദേശ മത്സ്യങ്ങൾ എത്തിയതോടെ ജലാശയങ്ങളിൽ പാരിസ്ഥിതിക ഭീഷണി ഉണ്ടായി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സക്കർ ഫിഷ് വ്യാപകമായി മറ്റു മീനുകളുടെ മുട്ട തിന്നുന്നത് വംശനാശ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അനധികൃതമായി എത്തുന്ന അപൂർവ ജീവജാലങ്ങൾ വഴി വൈറസ് വ്യാപനമടക്കം ഉണ്ടായേക്കാം എന്ന ഭീഷണിയും അവിടെ നിലനിൽക്കുകയാണ്. ഇത്രയുമാണ് നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ. പക്ഷേ ഇതിപ്പം യൂട്യൂബ് ചാനലുകളിൽ വലിയ സജീവമായ ഒരു സംവിധാനമാണിത്. നമ്മുടെ ചെറുപ്പക്കാരായുള്ള യൂട്യൂബേഴ്സ് പല സ്ഥലങ്ങളിൽ നമ്മൾ അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള ജീവികളെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൊരു സീരീസിൽ ന്യൂയോർക്ക് നഗരത്തിലെ വളരെ വലിയൊരു കെട്ടിടത്തിൻ്റെ ഏറ്റവും ഉയരത്തിലൊരു പാമ്പിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു ആളെ പറ്റിയുള്ളൊരു സീരീസ് കണ്ടത്, ഒരു ഡോക്യുമെൻ്ററി കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ വരികയാണ്. ഇതിപ്പോൾ ആളുകൾക്ക് താല്പര്യമായതോടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങളും വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ദമ്പതികൾ പിടിയിലായതെന്നാണ് പറയുന്നത്. അങ്ങനെ പോകും എല്ലാ കാലത്തും ഏതെങ്കിലും തരത്തിൽ. ഇപ്പോൾ ഇത് ഈ എക്സോട്ടിക് പെറ്റ്സ് ഇപ്പോൾ പറയുന്നെങ്കിലും മറ്റു പലതരത്തിലും ഇപ്പോൾ ചില പൂച്ചെടികളായിട്ട് അല്ലെങ്കിൽ വലിയ മരങ്ങളുടെ വിത്തുകളായിട്ട് ഒക്കെ പലതരത്തിൽ ഇവിടേക്ക് വന്ന വിദേശ സസ്യങ്ങളൊക്കെ ധാരാളമുണ്ട്. അതുപോലെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇതൊക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലോ മറ്റ് തദ്ദേശീയ ജീവജാലങ്ങളെ ബാധിക്കുന്ന തരത്തിലോ ഒക്കെ മാറുന്നതിന് നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. സനീഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ന്യൂസിലൻഡിലെത്തിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഷൂവിൽ ചെളി പറ്റിയിരുന്നു.
അത് അവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ വിമാനത്താവളത്തിലെ അധികൃതർ പറഞ്ഞു. ഇത് തിരിച്ചു കയറ്റി വിടണമെന്ന് പറഞ്ഞു. ആ രാജ്യത്ത് ആ ചെളി വേറൊരു സ്ഥലത്ത് നിന്നുള്ള ചെളി മണ്ണ് അവിടെ ഒരു തരത്തിലും എത്തിക്കാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കും എന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത്. അപ്പോൾ ലോകത്ത് ഈ ആശങ്കയോടെ എന്താണ് ആ തനത് സാഹചര്യത്തെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, രാജ്യങ്ങളുണ്ട്. അപ്പോഴാണ് ഇവിടെ ഇതൊന്നും ബാധകമല്ലെന്നുള്ള മട്ടിലുള്ള ഇറക്കുമതി ഒരു കാലത്ത് സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ അക്കേഷ്യ, യൂക്കാലിപ്സ് ഇതെല്ലാം കൊണ്ടുവന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളാണ്. വ്യാപകമായിട്ട് ഈ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കൂടെ വാർത്തകൾ വന്ന മഞ്ഞക്കൊന്ന, ഇതെല്ലാം ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്ത് അത് വലിയ ദുരന്തത്തിന് വഴിവെച്ച സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. വേറൊരു സാധനം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്നത് അവിടുത്തെ നാടൻ മീനുകൾ, പിന്നെ ഈ കോമൺ കാർപ്പ് പോലെയുള്ള നല്ല രുചികരമായ മീനുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ 90കളിൽ വ്യാപകമായിട്ട് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ ആഫ്രിക്കൻ മുഷിയെ കൃഷിക്ക് കൊണ്ടുവന്നു. ഇത് ഒരു ഘട്ടത്തിൽ കേരളത്തിലും ഇതിനെ അനധികൃതമായാണ് ഈ ആഫ്രിക്കൻ മുഷിയെ ഇന്ത്യയിൽ എത്തിച്ചത്. അതിനെ കേരളത്തിലും കൃഷിക്ക് ഈ എന്താണ് അവരവരുടെ കുളത്തിലൊക്കെ ആയിരിക്കും വളർത്താൻ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഈ ഡാമുകളിലേക്ക് എത്തി. കാരണം ചില ഡാമുകളിലേക്ക് ഇതിനെ കൊണ്ടുവന്നിടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഡാമുകളിൽ നിന്ന് അവിടെയൊക്കെ വ്യാപകമായിട്ട് തദ്ദേശ മത്സ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ഇപ്പോൾ മീനൊരു ചൂണ്ടയിട്ടാൽ കൊത്തുന്നത് ആഫ്രിക്കൻ മുഷിയായിരിക്കും എന്നേതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു സ്ഥിതി വന്നു. തദ്ദേശ മത്സ്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി. 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആഫ്രിക്കൻ മുഷിയെല്ലാം കൂടെ സകലമാന കായലിലും ബാക്കി എല്ലാ സ്ഥലത്തും നിറഞ്ഞിട്ടുണ്ട്. ഇതും തദ്ദേശ മത്സ്യങ്ങൾ 20 മുതൽ 30% വരെ ഇത് കുത്തിനീർത്തുണ്ട്. 4 ലക്ഷം മുട്ടയാണ് ഒരു സീസണിൽ ഇടുന്നത്. അത് പെരുകുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ്. അതുപോലെ നമ്മൾ ഈ ആഫ്രിക്കൻ പായൽ എന്നൊക്കെ പറയുന്ന ഈ കായലിൽ കൂടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ പായലുണ്ടല്ലോ, ഇതെല്ലാം ഈ മട്ടിൽ ഒരു തരത്തിൽ എന്താണ് ഇവിടെ ഉപദ്രവകാരി അല്ല എന്ന് വിചാരിച്ച് കൊണ്ടുവരികയും പിന്നീട് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയും ചെയ്ത സംഗതികളാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ കരുതൽ ഉറപ്പായിട്ടും വേണം. കൊളംബിയയിൽ പണ്ട് നമ്മളിപ്പോൾ ഈ സമയത്ത് ഈ നാർക്കോസൊക്കെ വന്ന സാഹചര്യത്തിൽ, നെറ്റ്ഫ്ലിക്സ് സീരീസ് നാർക്കോസ് വന്ന സാഹചര്യത്തിൽ കുറേ കൂടി ആളുകൾക്ക് സുപരിചിതനാണല്ലോ പാബ്ലോ എസ്കോബാർ ഇങ്ങനെ പല ഐറ്റത്തെയും കൊളംബിയയിൽ കൊണ്ടുപോയാലും ഇയാൾ വളരെ സമ്പന്നനായിരുന്ന ഈ മയക്കുമരുന്ന് രാജാവായിരുന്ന കാലത്ത് പലതിനെയും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഹിപ്പോപ്പൊട്ടാമസുകളെ വ്യാപകമായിട്ട് പുള്ളിയുടെ ഈ എസ്കോബാറിൻ്റെ സൂവിൽ വളർത്താൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി. 93 ഇയാളെ വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ നോക്കാൻ ആളില്ല. ഇതെല്ലാം കൂടി അവിടെ അടുത്തുള്ള നദിയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ഇവിടെ കൃഷിയെ ബാധിച്ചിരിക്കുന്നു. അവിടെ ജലസേചനത്തെ ഗുരുതരമായി അത് ബാധിക്കുന്നു. അവിടെയുള്ള മത്സ്യ സമ്പത്ത് ഇല്ലാതായിരിക്കുന്നു. ഈ രീതിയിൽ അത് അവിടെ പെറ്റുപെരുകി. ഇതിപ്പോൾ ഇതിനെ കൊല്ലുന്നതിന് അവിടെ വേറെ പ്രശ്നമാണ്. ഇവിടുത്തെ പോലെ തന്നെ ഇതിനെ കൊന്നു തീർത്തേക്കാന്ന് വിചാരിച്ചാൽ അതിനെ എതിർക്കാൻ അവിടെ വേറൊരു സംഘം ഉള്ളതുകൊണ്ട് അതും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കരുതലോടെ ചെയ്യണം, വളരെ കരുതലോടെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇതൊക്കെ ഭൂഖണ്ഡങ്ങളൊക്കെ മാറി മറിഞ്ഞാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതെന്നുള്ളത് വളരെ കരുതലോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ജീവിക്കടത്ത് എന്നൊരു വാർത്ത കണ്ടാൽ കുറച്ചു കാലം മുമ്പ് വരെ നമുക്കത് വെള്ളിമൂങ്ങിയോ ഇരുതലമൂരിയോ നക്ഷത്രാമയോ ഒക്കെ ആയിരുന്നു. ആഭിചാര പ്രവർത്തനങ്ങൾക്കായി മറ്റും കടത്തിയിരുന്ന പാവം ജന്തുജാലങ്ങൾ ഇപ്പോഴത് ഫൈത്തോണും കുഞ്ഞിക്കുരങ്ങന്മാരായ പിഗ്മി മോമർസൈറ്റുകളും ആഫ്രിക്കൻ കുള്ളൻ തവളകളും മഡഗാസ്കർ ക്രോക്രോച്ചുകളും ഒക്കെ ആയിരിക്കുന്നു. കാലം മാറി, കഥ മാറി, നമ്മൾ വളർത്തുന്ന അരുമകളും മാറി. എക്സോട്ടിക് ജീവജാലങ്ങൾ വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. മനുഷ്യർ അവർക്ക് ആനന്ദം കണ്ടെത്താൻ പല വഴികൾ തേടും. പക്ഷേ തദ്ദേശീയ ജീവിവർഗങ്ങൾക്കും പരിസ്ഥിതിക്കും നമ്മുടെ ആനന്ദം ദോഷം വരുത്തരുത്. പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും നമ്മുടെ അരുമകൾ ഭീഷണിയാകരുത് എന്നേ ഉള്ളൂ. നാട്ടിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. പുതിയ പരിസ്ഥിതികളിലേക്ക് കടന്നു വരുന്ന വിദേശ ജീവിവർഗങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാകരുത്. നമ്മുടെ പരിസ്ഥിതി അവർക്കും.